കേരള സർവകലാശാലയിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. 4 വർഷ കോഴ്സിനുള്ള ഫീസ് കൂട്ടിയതിനെതിരെയാണ് പ്രതിഷേധം. RB സനൂപ വിവരങ്ങൾ നൽകും. സനൂപ, ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെയുള്ള സമരമാണ്. എങ്ങനെയാണ് സംഘർഷത്തിലേക്ക് എത്തിയത്? സർവകലാശാലയിൽ ഇന്ന് സിൻഡിക്കേറ്റ് യോഗം നടക്കുകയായിരുന്നു. അതിനിടയിലാണ് KSUവിന്റെ മാർച്ചും ഉണ്ടായത്. വിവിധ സംഘങ്ങളായിട്ട് തിരിഞ്ഞ് KSU പ്രവർത്തകർ സർവകലാശാലയുടെ അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഇപ്പോ പോലീസ് ഇവരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഈ സർവകലാശാലയുടെ മെയിൻ എൻട്രൻസിൽ അവിടെ ഇപ്പോ ഈ KSU പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. 4 വർഷ ബിരുദ കോഴ്സിനുള്ള ഫീസ് ഒറ്റയടിക്ക് സിൻഡിക്കേറ്റിന്റെ തീരുമാനപ്രകാരം കൂട്ടിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് KSU പ്രവർത്തകർ ശക്തമായിട്ടുള്ള ഒരു സമരവുമായിട്ട് ഇപ്പോൾ കേരള സർവകലാശാലയ്ക്ക് മുമ്പാകെ എത്തിയിട്ടുള്ളത്. അഡ്മിഷൻ ഫീസിൽ തന്നെ വലിയ വർധനവാണ് ഇപ്പോൾ സർവകലാശാല ഏർപ്പെടുത്തിയത്. നേരത്തെ 1850 രൂപയായിരുന്നു അഡ്മിഷൻ ഫീസ് 4 വർഷ ബിരുദ കോഴ്സിനുള്ള. പക്ഷേ അതിപ്പോ 2655 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിനുള്ള ഫീസ് 210 നിന്ന് 525 രൂപയായിട്ടും ഉയർത്തി. ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSU പ്രവർത്തകർ ഇപ്പോൾ ഈ സമരവുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. ഇതിപ്പോ സൂചനാ സമരമാണ്. ഈ വിദ്യാർത്ഥികളെ പിഴിയുന്ന ഒരു തീരുമാനമാണ് സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഫീസ് വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSU പ്രവർത്തകർ സർവകലാശാലയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. അല്ലാത്ത പക്ഷം സമരം തെരുവിലേക്കും അത് പിന്നീട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്കും നീട്ടുമെന്നും KSU മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടയ്ക്ക് ചെറിയ സംഘർഷങ്ങളൊക്കെ ഈ മാർച്ചിനിടയ്ക്ക് ഈ സമരത്തിനൊക്കെ ഉണ്ടായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. നിലവിലിപ്പോഴും ഈ പ്രവർത്തകർ പിരിഞ്ഞു പോവാതെ സർവകലാശാലയുടെ പ്രധാന എൻട്രൻസിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ശരി, RB സനൂപാണ് വിവരങ്ങൾ നൽകിയത്. പാവപ്പെട്ട വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന ഇത്തരത്തിലുള്ള ഫീസ് വർധന ഉൾപ്പെടെ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ ഇന്ന് ഇതിനകത്ത് കണ്ട സമരം കേരളത്തിന്റെ തെരുവീതികളിലേക്ക് KSU വ്യാപിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക.